മത്തനിലയും ചേമ്പിലയും ചേമ്പിൻ്റെ തണ്ടുമൊക്കെ ഉപയോഗിച്ച് ഇന്ന് നമുക്ക് കർക്കിടക സ്പെഷ്യൽ ഒരു കറി തയ്യാറാക്കാം. ശരീരത്തിലെ വിഷാംശം കളയുന്നതിനും രോഗപ്രതിരോധശേഷി കൂട്ടുന്നതിനും ദഹനം എളുപ്പമാക്കുന്നതിനും കർക്കിടകത്തിൽ ധാരാളം പച്ചിലക്കറികൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്ക് വളരെ ഗുണങ്ങളുള്ള 2 പച്ചിലകൾ വെച്ച് മത്തനിലയും ചേമ്പിൻ്റെ തണ്ടും അതുപോലെ ചേമ്പിൻ്റെ തളിരിലയുമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചേമ്പിൻ്റെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്, തളിരില, മത്തനില. ഇത് വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു കർക്കിടക സ്പെഷ്യൽ കറി നമുക്കൊന്ന് തയ്യാറാക്കാം. ഈ ചേമ്പിൻ്റെ ഇലയും ചേമ്പിൻ്റെ തണ്ടുമൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് കയ്യിലൊന്ന് വെളിച്ചെണ്ണ അല്പം തടവി കൊടുക്കണം. കയ്യിൽ വെളിച്ചെണ്ണ തടവിയിട്ട് ഇതുപോലെ വൃത്തിയാക്കുകയും കട്ട് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ കയ്യിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാകില്ല. ഈ താളിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ പച്ചത്തൊലി നമുക്കൊന്ന് നീക്കിക്കളയണം. ഈ പച്ചത്തൊലി കളഞ്ഞിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കറി വയ്ക്കാനുള്ളത്. അങ്ങനെയാകുമ്പോൾ ചൊറിച്ചിലൊന്നും ഉണ്ടാകില്ല. ചേമ്പിലയും ചേമ്പിൻ്റെ തണ്ടുമൊക്കെ ധാരാളം വൈറ്റമിനുകളും നാരുകളും അടങ്ങിയതാണ്. ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി കൂട്ടുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ശരീരത്തിൻ്റെയും എല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ചേമ്പിൻ്റെ തണ്ടിൻ്റെ പുറംതൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ കർക്കിടകത്തിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇലക്കറിയാണ് ഈ ചേമ്പില. താളില എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ചേമ്പിലയും ചേമ്പിൻ തണ്ടുമൊക്കെ മിക്കവരുടെയും വീടുകളിൽ കാണും. പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർ അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇതുപോലെ ചേമ്പിലയും ചേമ്പിൻ തണ്ടൊക്കെ വെച്ച് കറികളും തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു. അന്നുള്ളവർക്കൊക്കെ നല്ല പ്രതിരോധശേഷിയും ആരോഗ്യവും എല്ലാം ഉണ്ടായിരുന്നു, അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇലക്കറിയാണ് ഈ ചേമ്പിലയും ചേമ്പിൻ്റെ തണ്ടും വെച്ചിട്ടുള്ള കറിയ തോരനൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു കറ ഉണ്ട്. ഈ ചേമ്പിൻ്റെ തണ്ടിലും ഇലയിലൊക്കെ ഒരു കറ ഉണ്ട്. ആ കറ മാറുന്നതിന് വേണ്ടി ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മത്തനിലയും ചേമ്പിലയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മത്തനിലയിലും ധാരാളം വൈറ്റമിൻ, കാൽസ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, ഇരുമ്പ് എല്ലാം അടങ്ങിയിരിക്കുന്നു. മികച്ച ആരോഗ്യ ഗുണങ്ങളുള്ള മത്തനില ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നിലനിർത്താനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. അതുപോലെ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാനും ഈ മത്തനില കറി വെച്ചോ തോരൻ വെച്ചോ ഒക്കെ കഴിക്കുന്നത് സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇലയെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മത്തനിലയും ചേമ്പിലയും എല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കർക്കിടക മാസത്തിൽ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത 2 ഇലക്കറികളാണ് ചേമ്പിലയും മത്തനിലയും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു കർക്കിടക സ്പെഷ്യൽ കറി തയ്യാറാക്കുന്നത്. ചേമ്പിലയും മത്തനിലയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് വെക്കാം. നേരത്തെ ചേമ്പിൻ്റെ തണ്ട് വെച്ചതുപോലെ ഇതും അല്പനേരം നമുക്കൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം. അപ്പോൾ അതിനകത്തുള്ള കറയൊക്കെ ഇത് നല്ലതുപോലെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് വെക്കുന്നത്. മത്തനിലയും താളിലയും ഒക്കെ ഈ കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ഇലക്കറികളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് തോരനും വെക്കാം. അതുപോലെ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നല്ല രുചികരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്. നമുക്ക് ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഈ സ്പെഷ്യൽ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഇതുപോലെ കുറച്ച് പരിപ്പ്, ഇത് തുവരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പ് എന്നൊക്കെ പറയും. അത് ഞാൻ ഇതുപോലെ ഒന്ന് കഴുകി നമുക്കിതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലാണ് ഞാനിത് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ വെള്ളം ഒഴിച്ച് ആദ്യം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. പയറും പരിപ്പുമെല്ലാം ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ്. പരിപ്പ് നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അത് നല്ലതുപോലെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ ഇലയും എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. മത്തനിലയും ചേമ്പിലയും ചേമ്പിൻ തണ്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒന്നുകൂടി വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. മഞ്ഞൾപ്പൊടിയിൽ നിന്ന് മാറ്റി ഞാൻ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേവുന്നതിന് വേണ്ടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇലക്കറികൾക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ അത് ആവിയിലിരുന്ന് തന്നെ അത് വെന്തുകൊള്ളും. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം.
ഇതിൽ നിന്നുള്ള വെള്ളം ഊറി വരും. അതിൻ്റെ ഇലക്കറികളിലൊക്കെ വെള്ളം ഊറി വരും. അതിൽ നിന്നത് വെന്തോളും. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്കിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇലയും തണ്ടും എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പരിപ്പും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പിൽ പുളി കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇവിടെ പുളിക്ക് പകരം തൈര് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുളി ചേർക്കാത്ത. പുളി കൂടി ചേർത്താൽ ഈ ചേമ്പിൻ്റെ ചൊറിച്ചിലൊന്നും ഉണ്ടാകില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതിൽ പുളി ചേർക്കാത്തത്. ഞാൻ തൈര് കൂടി ചേർക്കുന്നത് കൊണ്ട് ഇത് അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. അരപ്പും വെള്ളവും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കാം. അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇല വേവുന്നതിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്തിരുന്നു. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചതാണ്. കട്ടത്തൈരല്ല, നമുക്കത് വെള്ളം പോലെ ആക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പം മിക്സിയുടെ ജാറിൽ കുറച്ച് തൈരൊന്ന് അടിച്ചെടുക്കുമ്പോൾ അത് വെള്ളം പോലെ ആകും. അപ്പം നമുക്കത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തൈര് കൂടി ചേർത്താൽ പിന്നെ അധികം തിളയ്ക്കണ്ട. അപ്പം നമുക്ക് ആദ്യം ഇത് തിളപ്പിച്ചിട്ട് ഇറക്കാറാകുന്ന സമയത്താണ് ആ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. തൈര് ചേർത്തതിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കില്ല. നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി അപ്പോഴേ തീ ഓഫാക്കും. തൈര് മിക്സിയിലൊന്ന് അരച്ചിട്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും ഈ പുളി കൂടി ഉള്ളത് കൊണ്ട് ഈ കറി കൂട്ടി ചോറ് കഴിക്കാൻ വളരെ രുചികരമാണ്. അതുപോലെ ഈ ഇലക്കറികളുടെ ഔഷധ ഗുണങ്ങളും ഈ കർക്കിടകത്തിൽ കഴിക്കാനുള്ള ഒരു ഇലക്കറിയാണ്. ഈ കർക്കിടക സ്പെഷ്യൽ ഇലക്കറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഈ ഇലക്കറി നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാം. ഈ പുളിയൊക്കെ ഉള്ളത് കൊണ്ട് ചോറിനോടൊപ്പം കഴിക്കാനും വളരെ രുചികരമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പില കൂടി കടുവും കൂടെ ഇട്ട് താളിച്ച് കൂടി ഒന്ന് ഒഴിക്കണം. അപ്പോൾ താളിച്ച് കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ കറി തയ്യാറായി. വളരെ രുചികരമായിട്ടുള്ള ഈ കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനം മെച്ചപ്പെടുത്താനും നമുക്ക് ചോറിനോടൊപ്പം ഇതുപോലെ ഒരു ഇലക്കറി തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്.